ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ, നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയറെന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. ഒപ്പം ആ കഥയിൽ നമ്മളെങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 64. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠഭാഗങ്ങൾ: സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായം, നിയമാവർത്തനം 13-14 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 96. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. സംഖ്യ അധ്യായം 15. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയണം, ഞാൻ നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങളുടെ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുകയും സ്വാഭീഷ്ടക്കാഴ്ചയിലോ നിങ്ങളുടെ സമാഗമ വേളകളിലോ നേർച്ച നിറവേറ്റാൻ കന്നുകാലികളിൽ നിന്നോ ആട്ടിൻ പറ്റത്തിൽ നിന്നോ ഹോമയാഗമായോ ബലിയായോ കർത്താവിന് സുരഭില പരിമളമാക്കാൻ നിങ്ങൾ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നടത്തുകയും ചെയ്യുമ്പോൾ സമർപ്പകൻ കർത്താവിനുള്ള തൻ്റെ കാണിക്ക 1/4 ഹിൻ എണ്ണ ചേർത്ത 1 ഇസറോൻ നേരിയ മാവ് ധാന്യയാഗമായി കൊണ്ടുവരണം. ഹോമയാഗത്തിന്മേൽ അല്ലെങ്കിൽ ബലിയോട് ചേർത്ത് പാനീയാർപ്പണമായി ചെമ്മരിയാടിനൊന്നിന് 1/4 ഹിൻ വീഞ്ഞ് നീ അർപ്പിക്കുകയും വേണം. കോലാട്ടിൻമുട്ടനാണെങ്കിൽ ധാന്യയാഗമായി 2 ഇസറോൻ നേരിയ മാവ് 1/3 ഹിൻ എണ്ണ ചേർത്ത് നീ അർപ്പിക്കണം. പാനീയാർപ്പണത്തിനായി 1/3 ഹിൻ വീഞ്ഞും കർത്താവിനുള്ള സുരഭില പരിമളമായി അർപ്പിക്കണം. കർത്താവിനുള്ള നേർച്ചയോ സമാധാനയാഗമോ നിറവേറ്റാൻ കന്നുകുട്ടിയെയാണ് ഹോമയാഗമായോ ബലിയായോ നീ ഒരുക്കുന്നതെങ്കിൽ കന്നുകുട്ടിക്കൊപ്പം 1/2 ഹിൻ എണ്ണ ചേർത്ത 3 ഇസറോൻ നേരിയ മാവ് ധാന്യയാഗമായി നീ അർപ്പിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി 1/2 ഹിൻ വീഞ്ഞ് പാനീയ ബലിയായും അർപ്പിക്കണം. ഒരു കാളയ്ക്കോ ഒരു മുട്ടാടിനോ ചെമ്മരിയാടുകളിലെയോ കോലാടുകളിലെയോ കുട്ടിക്കോ വേണ്ടി ചെയ്യേണ്ടതും ഇപ്രകാരം തന്നെ. നിങ്ങൾ അർപ്പിക്കുന്ന എണ്ണമനുസരിച്ച് അവയുടെ കണക്ക് പ്രകാരം ഓരോന്നിനും വേണ്ടി ഇങ്ങനെ ചെയ്യണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം നടത്തുന്നതിന് ഓരോ തദ്ദേശവാസിയും ഇവ ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങളുടെ കൂടെ തൽക്കാലം വസിക്കുന്ന പ്രവാസിയോ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ തലമുറകളോട് ചേർന്നുള്ളവനോ ഉണ്ടായിരിക്കുകയും അവൻ കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം നടത്തുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവനും ചെയ്യണം. സമൂഹമെന്ന നിലയിൽ നിങ്ങൾക്കും തൽക്കാലവാസിയായ പ്രവാസിക്കും ചട്ടം ഒന്ന് തന്നെ. തലമുറകളോളം ഇത് നിങ്ങൾക്ക് ശാശ്വത ചട്ടമായിരിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ എങ്ങനെയോ അങ്ങനെ തന്നെയാണ് പ്രവാസിയും. നിങ്ങൾക്കും നിങ്ങളോടുകൂടെ തൽക്കാലവാസിയായ പ്രവാസിക്കും ഒരേ നിയമവും ഒരേ ന്യായപ്രമാണവും ആയിരിക്കണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിക്കുക, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന നാട്ടിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് ആ നാടിൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ കർത്താവിന് നിങ്ങൾ കാണിക്കയായി അർപ്പിക്കണം. നിങ്ങളുടെ ആദ്യ ധാന്യ നുറുക്കുകളാണ് അടയായി കാണിക്കയർപ്പിക്കേണ്ടത്. മെതിക്കളത്തിൻ്റെ കാണിക്ക എങ്ങനെയോ അതുപോലെ നിങ്ങൾ അത് കാഴ്ചവെക്കണം. നിങ്ങളുടെ ആദ്യ ധാന്യ നുറുക്കുകളിൽ നിന്ന് തലമുറ തോറും കർത്താവിന് നിങ്ങൾ കാണിക്ക നൽകണം. അബദ്ധവശാലുള്ള തെറ്റിന് പരിഹാരം. നിങ്ങൾ അശ്രദ്ധരാവുകയും കർത്താവ് മോശയോട് നിർദ്ദേശിച്ച ഈ കൽപ്പനകളെല്ലാം നിവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് മോശ വഴി നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം കർത്താവ് കൽപ്പിക്കുന്ന ഇന്ന് മുതൽ മുമ്പോട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണല്ലോ. അത് സമൂഹത്തിൻ്റെ ദൃഷ്ടികളിൽപ്പെടാതെ അബദ്ധവശാൽ ചെയ്യപ്പെട്ടതാണെങ്കിൽ സമൂഹം മുഴുവനും കൂടി ഒരു മൂരിക്കിടാവിനെ അതിൻ്റെ വിധിപ്രകാരമുള്ള ധാന്യയാഗത്തോടും പാനീയയാഗത്തോടും കൂടെ കർത്താവിനുള്ള സുരഭില പരിമളത്തിനായി ഹോമയാഗമായും ഒരു മുട്ടാടിനെ പാപമുക്തിയാഗമായും സമർപ്പിക്കണം. പുരോഹിതൻ ഇസ്രായേലി സമൂഹം മുഴുവനും വേണ്ടി പരിഹാരം അനുഷ്ഠിക്കണം. അപ്പോൾ അത് അവരോട് ക്ഷമിക്കപ്പെടും. കാരണം അത് ഒരബദ്ധമായിരുന്നു. തങ്ങളുടെ അബദ്ധത്തെ പ്രതി അവർ തന്നെ തങ്ങളുടെ കാണിക്കമായി കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണവും കർത്തൃസന്നിധിയിൽ പാപമുക്തിയാഗവും കൊണ്ടുവരികയും ചെയ്തല്ലോ.
ഇസ്രായേലി സമൂഹം മുഴുവനോടും അവരുടെ ഇടയിലെ തൽക്കാലവാസിയായ പ്രവാസിയോടും ക്ഷമിക്കപ്പെടും. അബദ്ധത്തിൽ പെടുകയെന്നത് ഏത് ജനത്തിനും സംഭവിക്കാമല്ലോ. ഒരു വ്യക്തി അബദ്ധത്തിൽ പാപം ചെയ്താൽ പാപമുക്തിയാഗത്തിനായി 1 വയസ്സുള്ള പെണ്ണാടിനെ അവൻ കാഴ്ചവെക്കണം. കർത്തൃസന്നിധിയിൽ അശ്രദ്ധയാലുള്ള പാപം വഴി അബദ്ധം പറ്റുന്ന വ്യക്തിയെ പ്രതി പരിഹാരം ചെയ്യുന്നതിനായി പുരോഹിതൻ അവനു വേണ്ടി പരിഹാരയാഗമർപ്പിക്കണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. അബദ്ധത്തിൽ തെറ്റ് ചെയ്യുന്നവനെ സംബന്ധിച്ച് ഇസ്രായേലിലെ തദ്ദേശവാസിക്കും അവരുടെ ഇടയിലെ തൽക്കാലവാസിയായ പ്രവാസിക്കും ഒരേ നിയമമായിരിക്കണം. എന്നാൽ സ്വദേശിയിൽ നിന്നായാലും പ്രവാസിയിൽ നിന്നായാലും ധിക്കാരപൂർവം വർത്തിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ തന്നെയാണ് അധിക്ഷേപിക്കുന്നത്. ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അവൻ കർത്തൃവചനം നിന്ദിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്തിരിക്കയാൽ ആ വ്യക്തി തീർച്ചയായും വിച്ഛേദിക്കപ്പെടണം. അവൻ്റെ കുറ്റം അവനിൽ തന്നെയായിരിക്കും. സാബത്ത് ലംഘനം. ഇസ്രായേല്യർ മരുഭൂമിയിലായിരുന്നപ്പോൾ സാബത്ത് നാളിൽ വിറകുകൾ ശേഖരിക്കുന്ന ഒരാളെ അവർ കണ്ടെത്തി. വിറകുകൾ ശേഖരിക്കുന്നതായി അവനെ കണ്ടെത്തിയവർ മോശയുടെയും അഹറോൻ്റെയും സമൂഹം മുഴുവൻ്റെയും പക്കൽ അവനെ കൊണ്ടുവന്നു. അവനോട് എന്ത് ചെയ്യണമെന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വിട്ടു. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അയാൾ തീർച്ചയായും വധിക്കപ്പെടണം. പാളയത്തിന് പുറത്തു വച്ച് സമൂഹം ഒന്നാകെ അവനെ കല്ലെറിയണം. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമൂഹം മുഴുവൻ അവനെ പാളയത്തിന് വെളിയിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു. അങ്ങനെ അവൻ മരിച്ചു. വസ്ത്രാഞ്ചലത്തൊങ്ങലുകൾ. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഇസ്രായേല്യരോട് നീ പ്രസ്താവിച്ച് പറയുക, അവർ തങ്ങളുടെ തലമുറകൾ തോറും വസ്ത്രങ്ങളുടെ വിളിമ്പുകളിൽ തൊങ്ങൽ പിടിപ്പിക്കണം. വിളിമ്പിൻ്റെ തൊങ്ങലിൽ നീല നാടകൾ കെട്ടണം. അത് നിങ്ങൾക്ക് തൊങ്ങലായുണ്ടായിരിക്കുകയും നിങ്ങളത് കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വ്യതിചലിച്ച് പിഞ്ചെല്ലുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പിന്നാലെയും കണ്ണുകളുടെ പിന്നാലെയും തേടി അലയാതെ കർത്തൃകൽപ്പനകളെല്ലാം ഓർത്ത് അവ നിങ്ങൾ അനുഷ്ഠിക്കും. തൽഫലമായി നിങ്ങൾ എൻ്റെ കൽപ്പനകളെല്ലാം ഓർത്ത് അനുഷ്ഠിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കും. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്ത് നാട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിയമാവർത്തനം അധ്യായം 13. വിഗ്രഹാരാധനയ്ക്കെതിരെ മുന്നറിയിപ്പ്. ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന ഓരോ വചനവും നിർവഹിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനോട് നീ ഒന്നും കൂട്ടിച്ചേർക്കരുത്, അതിൽ നിന്ന് ഒന്നും കുറയ്ക്കാനും പാടില്ല. ഒരു പ്രവാചകനോ സ്വപ്നദർശനക്കാരനോ നിങ്ങൾക്ക് മധ്യേ വന്ന് നിങ്ങൾക്കൊരടയാളമോ അത്ഭുതമോ നൽകുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത മറ്റു ദേവന്മാരുടെ പിന്നാലെ പോയി നമുക്കവയെ സേവിക്കാമെന്ന് നിങ്ങളോട് പ്രസ്താവിക്കുന്ന അടയാളവും അത്ഭുതവും വന്നെന്ന് വിരിക്കട്ടെ. നിങ്ങൾ ആ പ്രവാചകന്റെ വാക്കുകളോ സ്വപ്നജൽപ്പനമോ കേൾക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കുന്നവർ തന്നെയാണോ നിങ്ങൾ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കണം. അവിടുത്തെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം. അവിടുത്തെ സ്വരം നിങ്ങൾ ശ്രവിക്കണം. അവിടുത്തെ നിങ്ങൾ സേവിക്കണം. അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും വേണം. ആ പ്രവാചകനാകട്ടെ ആ സ്വപ്നദർശനക്കാരനാകട്ടെ വധിക്കപ്പെടണം. എന്തെന്നാൽ നിങ്ങളെ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവനും നിന്നെ അടിമകളുടെ ഭവനത്തിൽ നിന്ന് പരിത്രാണം ചെയ്തവനും നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെതിരെ ഏത് മാർഗത്തിലൂടെ നടക്കാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ചുവോ അതിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കാൻ അവൻ മതഭ്രംശം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. നിന്റെ മാതൃതനയനായ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ ശ്രേഷ്ഠ ഭാര്യയോ പ്രാണതുല്യനായ സുഹൃത്തോ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ നമുക്ക് പോയി സേവിക്കാമെന്ന് പറഞ്ഞ് നിന്നെ ഗോപ്യമായി വശീകരിക്കുന്നുവെന്നിരിക്കട്ടെ. അത് ഭൂമിയുടെ ഒരറ്റം മുതൽ ഭൂമിയുടെ മറ്റേ അറ്റം വരെ നിനക്ക് സമീപത്തോ നിന്നിൽ നിന്ന് വിദൂരത്തോ ആയി നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരിൽ നിന്നായിരിക്കുകയും ചെയ്യട്ടെ. നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ അരുത്. അവനെ അനുഭാവപൂർവം കടാക്ഷിക്കരുത്. ശിക്ഷിക്കാതെ വിടരുത്. അവന് സംരക്ഷണമാകരുത്. അവനെ കൊല്ലുക തന്നെ വേണം. നിന്റെ കരമാണ് അവനെ വധിക്കാൻ ആദ്യം അവൻ്റെ മേൽ പതിയേണ്ടത്. അതേ തുടർന്ന് ജനം മുഴുവൻ്റെയും കരവും. അവൻ മരിക്കേണ്ടതിന് നീ അവനെ കല്ലെറിയണം. എന്തെന്നാൽ ഈജിപ്ത് നാട്ടിൽ നിന്ന് അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ പരിശ്രമിച്ചത്. ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടണം. ഈ ദുഷ്കാര്യത്തിന് തുല്യമായതൊന്നും നിനക്ക് മധ്യേ ചെയ്യാൻ അവർ മേലിൽ മുതിരരുത്.
വസിക്കാനിടമായി നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന പട്ടണങ്ങളിലൊന്നിൽ നീ ഇപ്രകാരം കേൾക്കുന്നുവെന്നിരിക്കട്ടെ. നിന്റെ ഇടയിൽ നിന്ന് കൊള്ളരുതാത്തവരായ ആളുകൾ പുറപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ നമുക്ക് പോയി സേവിക്കാം എന്ന് പറഞ്ഞ് അവരുടെ പട്ടണ നിവാസികളെ വഴിതെറ്റിച്ചിരിക്കുന്നു. അപ്പോൾ നീ നന്നായി അന്വേഷിക്കുകയും പരിശോധിക്കുകയും വിചാരണ നടത്തുകയും ചെയ്യണം. ഇതാ, സംഗതി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നിന്റെ ഇടയിൽ ആ ഹീനകൃത്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. നീ ആ പട്ടണ നിവാസികളെ നിശേഷം വാളിൻ്റെ വായ്ത്തലയ്ക്കിരയാക്കണം. അതിനെയും അതിലുള്ള സകലതിനെയും അതിൻ്റെ മൃഗഗണത്തെയും വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഉന്മൂലനാചാരവിധേയമാക്കണം. അതിൻ്റെ കൊള്ള മുതൽ മുഴുവനും അതിൻ്റെ ചത്വരത്തിൽ കൂട്ടിയിടണം. ആ പട്ടണവും അതിൻ്റെ കൊള്ള മുതൽ മുഴുവനും നിന്റെ ദൈവമായ കർത്താവിന് ഒരു സമ്പൂർണ്ണയാഗമായി തീയിൽ കത്തിക്കണം. അതെന്നേക്കും ഒരു നാശക്കൂമ്പാരമായിരിക്കും. അത് വീണ്ടും പണിയപ്പെടരുത്. നിഷിദ്ധ വസ്തുവിൽ നിന്ന് ഒന്നും നിന്റെ കയ്യിൽ ഒട്ടരുത്. എങ്കിലേ കർത്താവ് തൻ്റെ തീവ്ര കോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്നോട് അനുകമ്പ കാണിക്കുകയുള്ളൂ. അവിടുന്ന് നിന്നെ പരിഗണിക്കുകയും നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നീ തീർച്ചയായും നിന്റെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്യാൻ ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം പാലിക്കുന്നതിന് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേൾക്കണം. നിയമാവർത്തനം അധ്യായം 14. കർത്താവിന് മക്കളും വിശുദ്ധജനവും. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ. മരിച്ചവനെ പ്രതി നിങ്ങൾ മുറിവുണ്ടാക്കുകയോ തിരുനെറ്റി കഷണ്ടിയാക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന് നീ പരിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനങ്ങളെക്കാളും തനിക്ക് സ്വന്തമായ ഒരു ജനമായിരിക്കുന്നതിന് കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തു. ഭക്ഷ്യയോഗ്യവും വർജ്യവുമായ മൃഗങ്ങൾ. നിന്ദ്യമായതൊന്നും നീ ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗഗണം ഇതാണ്: കാള, ചെമ്മരിയാട്, കോലാട്, പുള്ളിമാൻ, കലമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, കവരിമാൻ, മലയാട്. വിഭജിത കുളമ്പുള്ള ഏതു മൃഗവും മൃഗഗണത്തിൽ 2 കുളമ്പുകൾ ഒട്ടിയതും അയവിറക്കുന്നതുമായതെന്തും നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നതിൽ നിന്നും വിഭജിതമോ ഒട്ടിയതോ ആയ കുളമ്പുള്ളതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കരുതാത്തത് ഇവ മാത്രം. അയവിറക്കുന്നവയെങ്കിലും കുളമ്പൊട്ടിയവയല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മലിനമായ ഒട്ടകം, മുയൽ, കുഴിമുയൽ എന്നിവയും, വിഭജിത കുളമ്പുള്ള എന്നാൽ അയവിറക്കാത്തതാകയാൽ നിങ്ങൾക്ക് മലിനമായ പന്നിയും, അവയുടെ മാംസം ഒട്ടും നിങ്ങൾ ഭക്ഷിക്കുകയോ അവയുടെ ശവം സ്പർശിക്കുകയോ അരുത്. ജലത്തിലുള്ള എല്ലാറ്റിലും നിന്ന് ഇവ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ ചിറകും ചെതുമ്പലുമില്ലാത്ത ഒന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. അത് നിങ്ങൾക്ക് മലിനമാണ്. ശുദ്ധിയുള്ള എല്ലാ പക്ഷിഗണത്തെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം. അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുതാത്തവ ഇവയാണ്: കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, ഗൃധ്രം, പ്രാപ്പിടിയൻ എന്നിവയും, പരുന്ത് അതിൻ്റെ ഇനമനുസരിച്ചും എല്ലാ കാക്കയും അതിൻ്റെ ഇനമനുസരിച്ചും, ഒട്ടകപ്പക്ഷിപ്പിട, രാനത്ത്, കടൽപ്പാത്ത എന്നിവയും, ചെങ്ങാലിപ്പരുന്ത് അതിൻ്റെ ഇനമനുസരിച്ചും, മൂങ്ങ, കൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, നീർക്കാക്ക, കൊക്ക്, എരണ്ട അതിൻ്റെ ഇനമനുസരിച്ചും, കാട്ടുകോഴിയും നരിച്ചീറും. ചിറകുള്ള പ്രാണിയെല്ലാം നിങ്ങൾക്ക് മലിനമാണ്. അവ ഭക്ഷ്യമാകരുത്. ശുദ്ധിയുള്ള ഏത് പറവയെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം. ചത്തതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിന്റെ പടികൾക്കകത്തുള്ള പ്രവാസിക്ക് നീ അത് കൊടുക്കണം. അവൻ അത് ഭക്ഷിക്കട്ടെ. അല്ലെങ്കിൽ ഒരു അന്യന് വിൽക്കുക. എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഒരു വിശുദ്ധജനമത്രേ. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. ദശാംശം കർത്തൃഭയത്തിനും അനുഗ്രഹത്തിനും. വർഷം തോറും വയലുൽപ്പാദിപ്പിക്കുന്ന നിന്റെ വിത്ത് വിഭവം മുഴുവൻ്റെയും ദശാംശം നീ സമർപ്പിക്കുക തന്നെ വേണം. നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം വസിക്കുന്നിടമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുമ്പിൽ വെച്ച് നിന്റെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും നീ ഭക്ഷിക്കണം. ആയുഷ്കാലം മുഴുവൻ നീ അവിടുത്തെ ഭയപ്പെടാൻ പഠിക്കുന്നതിന് വേണ്ടിയാണിത്. എന്നാൽ നിനക്ക് ചുമന്നുകൊണ്ടു പോകാൻ കഴിയാത്ത വിധം വഴി നിന്നെ സംബന്ധിച്ച് കൂടുതലാണെങ്കിൽ, നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്ത ഇടം നിന്നിൽ നിന്ന് അകലെയുള്ള സ്ഥലമാണെങ്കിൽ, നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് നീ അവ പണത്തിന് വിറ്റ് പണം കൈവശം കിഴിയാക്കി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് യാത്രയാകണം. ആ പണം നീ നിന്റെ ആത്മാഭിലാഷ സിദ്ധിക്കായി ആടുമാടുകൾ, വീഞ്ഞ്, ലഹരിപാനീയം തുടങ്ങി നീ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നതെന്തിനും വേണ്ടി ചെലവഴിക്കണം. എന്നിട്ട് നീയും നിന്റെ കുടുംബവും
നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഭക്ഷിച്ച് ആഹ്ലാദിക്കണം. നിന്റെ കവാടങ്ങൾക്കകത്തുള്ള ലേവായനെ നീ അവഗണിക്കരുത്. എന്തെന്നാൽ അവന് നിന്നോടൊപ്പം ഓഹരിയോ അവകാശമോ ഇല്ലല്ലോ. 3-ാം വർഷത്തിൻ്റെ അവസാനം ആ വർഷത്തിലെ നിന്റെ വിഭവത്തിൻ്റെ ദശാംശം മുഴുവനും കൊണ്ടുവന്ന് നിന്റെ കവാടങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കണം. നിന്നോടൊപ്പം ഓഹരിയും അവകാശവും ഇല്ലാത്തതുകൊണ്ട് നിന്റെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും ഒപ്പം പ്രവാസിയും അനാഥനും വിധവയും വന്ന് ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ. നീ ചെയ്യുന്ന നിന്റെ ഓരോ കരവേലയിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനാണിത്. സങ്കീർത്തനങ്ങൾ 96. കർത്താവ് രാജാവും വിധിയാളനും. കർത്താവിന് ഗീതമാലപിക്കുവിൻ, ഒരു നവ്യഗീതം. ഭൂമി മുഴുവനുമേ കർത്താവിന് ഗീതമാലപിക്കുവിൻ. കർത്താവിന് ഗീതമാലപിക്കുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദിനംപ്രതി അവിടുത്തെ രക്ഷാസുവിശേഷം വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രസംഗിക്കുവിൻ. അവിടുത്തെ വിസ്മയകൃത്യങ്ങൾ സകല ജനങ്ങളുടെ ഇടയിലും. എന്തെന്നാൽ കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യനുമാണ്. ഭീതിതനായ അവിടുന്ന് സകല ദേവന്മാർക്കും ഉപരിയാണ്. ജനങ്ങളുടെ ദേവന്മാരെല്ലാം വിഗ്രഹങ്ങളാണല്ലോ. കർത്താവത്രേ ആകാശങ്ങൾ മനഞ്ഞത്. തിരുമുമ്പിലാണ് പ്രതാപവും പ്രാഭവവും. അവിടുത്തെ ശ്രീകോവിലിലാണ് ബലവും മഹിമയും. ജനവിഭാഗങ്ങളെ കർത്താവിന് നൽകുവിൻ, മഹത്വവും ബലവും കർത്താവിന് നൽകുവിൻ. തിരുനാമത്തിൻ്റെ മഹത്വം കർത്താവിന് നൽകുവിൻ. കാഴ്ചവസ്തു സംവഹിച്ച് അവിടുത്തെ അങ്കണങ്ങളിൽ പ്രവേശിക്കുവിൻ. വിശുദ്ധിയുടെ പ്രാഭവത്തിൽ കർത്താവിനെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവനുമേ തിരുസാന്നിധ്യം മൂലം നിങ്ങൾ വിറച്ച് ജനതകൾക്കിടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അത് ഇളകാത്ത വിധം പ്രപഞ്ചം സുസ്ഥാപിതമായിരിക്കുന്നു. അവിടുന്ന് ജനങ്ങളെ പരമാർത്ഥതയോടെ വിധിക്കും. ആകാശങ്ങൾ സന്തോഷിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ഇരമ്പട്ടെ, വയലും അതിലെ സമസ്തവും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ വനവൃക്ഷങ്ങളെല്ലാം ആരവമുതിർക്കട്ടെ കർത്തൃസന്നിധിയിൽ തന്നെ. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അതെ, അവിടുന്ന് ഭൂമിയെ ന്യായം വിധിക്കാൻ വരുന്നു. അവിടുന്ന് പ്രപഞ്ചത്തെ നീതിയിലും ജനങ്ങളെ തൻ്റെ സത്യസന്ധതയിലും ന്യായം വിധിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ 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 സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ഈ വചന ചിന്തകളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ വായിച്ച വചനഭാഗത്തെക്കുറിച്ച് അല്പമായി നമുക്കൊന്ന് ആലോചിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. സംഖ്യയുടെ പുസ്തകം 14-ാമത്തെ അധ്യായം വരെ ഇത്രയും നേരം നമ്മൾ തുടർന്നു വന്നത് ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയുടെ കഥയാണെങ്കിൽ 15-ാം അധ്യായം ചെറിയ ഒരു ഡീവിയേഷൻ, ചെറുതായി ഒന്ന് ആ കഥയിൽ നിന്ന് വ്യതിചലിച്ച് ആരാധനയുടെ നിയമങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അത് ഒരൽപ്പം ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്ന് വരാം. എന്തിനാണ് ഈ കഥയുടെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അതിനിടയിൽ ഇത് എന്തിനാണ് പ്രതിപാദിക്കുന്നത് എന്ന് തോന്നാനിടയുണ്ട്. ഈ ആരാധനാ നിയമങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ ജനം അവരുടെ അടുത്ത തലമുറ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കഴിയുമ്പോൾ അവർ നിർവഹിക്കേണ്ട ധാന്യബലിയുടെയും പാനീയ ബലിയുടെയും വിവരണങ്ങളാണ്. ഈ 15-ാം അധ്യായത്തിലെ വിവരണം അസ്ഥാനത്താണ് എന്ന ഒറ്റ വായനയിൽ തോന്നാനിടയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. 40 വർഷം അലഞ്ഞു തിരിഞ്ഞ് മരുഭൂമിയിൽ മരിച്ചു വീഴുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ ഇടയില്ലാത്ത ഒരു തലമുറയോടാണ് ഇത് പറയുന്നത് എന്നുകൂടി ഓർക്കുമ്പോൾ നമ്മുടെ സംശയം വർദ്ധിക്കാം. 2 കാര്യങ്ങളാണ് ഇവിടെ ഇതിനൊരു വിശദീകരണമായി ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത്, നിങ്ങളുടെ മക്കൾ, അതായത് ഈ മരുഭൂമിയിൽ വന്യമൃഗങ്ങൾക്കിരയായി മരിച്ചു വീഴുമെന്ന്, ശത്രുവിൻ്റെ കൊള്ള മുതലായി തീരുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട നിങ്ങളുടെ മക്കൾ ദൈവത്തിൻ്റെ വാഗ്ദാനമനുസരിച്ച് നിശ്ചയമായും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആരാധനാ നിയമങ്ങൾ. രണ്ടാമത്തേത്, ദൈവം നിങ്ങളുടെ ആ തലമുറയ്ക്ക് നൽകാൻ പോകുന്ന ആ വാഗ്ദത്ത ദേശം ധാന്യം സമൃദ്ധമായുള്ളതും ഫലം സമൃദ്ധമായുള്ളതുമായ നാടാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ധാന്യബലിയുടെയും പാനീയ ബലിയുടെയും പിന്നിലെ ദൈവികമായ ഉദ്ദേശം. അതായത് ആ ധാന്യം സമൃദ്ധമായുള്ള, ഫലം സമൃദ്ധമായുള്ള നാട് നിങ്ങൾക്ക് ദൈവം തരുമ്പോൾ ധാന്യയാഗവും പാനീയയാഗവും നിങ്ങൾ അർപ്പിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ. ഈ യാഗങ്ങൾ കഴിഞ്ഞ തലമുറയ്ക്ക് നഷ്ടപ്പെട്ട ദൈവാശ്രയത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തലങ്ങളെക്കുറിച്ച് വരാൻ പോകുന്ന തലമുറയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എല്ലാ ബലിയർപ്പണങ്ങളിലും പാപപരിഹാരത്തിൻ്റെ ഒരംശമുണ്ട് എന്നുകൂടി ഓർക്കുമ്പോഴാണ് ഇപ്പോഴുള്ള ഈ ആരാധനാ നിയമങ്ങളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് നാം ബലിയർപ്പിക്കുമ്പോഴും
ഓരോ പരിശുദ്ധ കുർബാനയിലും നാം നമ്മുടെ ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരവും പ്രായശ്ചിത്തവും വിളിച്ചപേക്ഷിച്ചുകൊണ്ടാണ് ബലിയർപ്പണങ്ങൾ നടത്തുന്നത് എന്നുകൂടി ഓർക്കുക. തുടർന്ന് പ്രതിപാദിക്കുന്ന സാബത്താചരണത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും സൂചിപ്പിക്കുന്ന സംഭവത്തിൻ്റെ, അതായത് ഒരാൾ കൊല്ലപ്പെടാൻ ഇടയാകുന്ന ആ സംഭവത്തിൻ്റെ മറുവശമാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ അന്യദൈവാരാധനയുടെ വിലക്ക് വിശദീകരിക്കുന്ന വാക്യങ്ങൾ. അതായത് സത്യദൈവത്തെ മാത്രം വളരെ ഗൗരവമായി ആരാധിക്കണം എന്ന നിയമമാണ് സാബത്ത് നിയമം. അതിൻ്റെ ഗൗരവമാണ് ഈ സാബത്ത് ദിവസം ജോലി ചെയ്യുന്ന ഒരാൾ കൊല്ലപ്പെടുന്ന സംഭവം സൂചിപ്പിക്കുന്നത്. അതിൻ്റെ മറുവശം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു തലത്തിലുള്ള വിശദീകരണമാണ് നിയമാവർത്തനം 13 കാണുന്ന വിഗ്രഹാരാധനയ്ക്ക് എതിരെയുള്ള 1-ാം പ്രമാണ ലംഘനത്തിനെതിരെയുള്ള വളരെ കാർക്കശ്യം നിറഞ്ഞ നിർദ്ദേശങ്ങളും നിയമങ്ങളും. ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കേണ്ട ജനത, അതാണിവിടെ പ്രധാനപ്പെട്ടത്. എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ സ്വന്തം വിശുദ്ധ ജനമായി തീരേണ്ട ഈ ജനതയ്ക്ക് യഹോവയായ ദൈവത്തെ മറന്നുകൊണ്ടുള്ള, വിസ്മരിച്ചുകൊണ്ടുള്ള യാതൊരു ജീവിതക്രമത്തിനും അവകാശമോ സാധ്യതയോ വിദൂര സാധ്യത പോലുമോ ദൈവമായ കർത്താവ് നൽകുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കേണ്ട ഈ ജനത മറ്റ് ജനതകളുമായി, അവരുടെ വിശ്വാസങ്ങളുമായി, അവരുടെ ദൈവബോധങ്ങളുമായി ഇടകലർന്ന് അശുദ്ധമാവുകയോ ദൈവനിർദ്ദേശങ്ങളെ ലാഘവ ബുദ്ധിയോടെ ഒരിക്കലും എടുക്കുകയോ ചെയ്യരുത് എന്ന ശക്തമായ കാർക്കശ്യം നിറഞ്ഞ ഓർമ്മപ്പെടുത്തൽ. നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഇത്തരം വാക്യങ്ങൾ വായിക്കുമ്പോൾ. എന്തുമാത്രം അസഹിഷ്ണുതയോടെയും സൂക്ഷ്മതയോടെയും, ഒരുപക്ഷെ ആ വാക്ക് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ അസൂയയോടെയും ആണ് ദൈവം നമ്മെ നോക്കുന്നത്, നമ്മളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആത്മാവിനെ അഭിലഷിക്കുന്നത് തുടങ്ങിയ ചിന്തകളാണ് ഇത്തരം വളരെ കാർക്കശ്യം നിറഞ്ഞതെന്ന് തോന്നുന്ന നിയമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനതയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയെ അത്രമാത്രം എല്ലാ അർത്ഥത്തിലും തൻ്റേത് മാത്രമായിരിക്കണം, തന്നെ മാത്രം നോക്കി ജീവിക്കണം. അങ്ങനെ അവർ പുണ്യപൂർണതയിലും പരിശുദ്ധനായ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധിയുടെ പൂർണ്ണതയിലും എത്തണമെന്ന് നിർബന്ധം പിടിക്കുന്ന, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തണമെന്ന് നിർബന്ധം പിടിക്കുന്ന, വിശുദ്ധരാകണമെന്ന് നിർബന്ധം പിടിക്കുന്ന നമ്മുടെ നന്മ മാത്രം മനസ്സിലുള്ള പിതാവായ ദൈവം. ഇസ്രായേലിന് ദൈവം കൊടുത്തത് അവർ ചോദിച്ചതല്ല, അവർക്ക് വേണ്ടതാണ്. ഞാനൊന്നുകൂടെ പറയാം. ഇസ്രായേലിന് ദൈവം കൊടുത്തതെല്ലാം അവർ ചോദിച്ചതോ ആഗ്രഹിച്ചതോ അല്ല, അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ്. നോട്ട് വാട്ട് ദേ ആസ്ക്ഡ് ഓർ ദേ വിഷ്ഡ് ഫോർ, ബട്ട് റാദർ വാട്ട് ദേ നീഡഡ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഹോളിനെസ്. കർത്താവായ ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതല്ല പലപ്പോഴും നീ തരുന്നത്, ഞങ്ങൾക്ക് വേണ്ടതാണ് നീ തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ താൽക്കാലിക ലാഭങ്ങളെക്കാൾ അധികം ഞങ്ങളുടെ നിത്യമായ നന്മയാണ് നീ അഭിലഷിക്കുന്നതും കാക്ഷിക്കുന്നതും. ഒത്തിരി മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വചനത്തിലുണ്ടെങ്കിലും എല്ലാം അങ്ങയുടെ ജ്ഞാനത്തിൽ ശരിയാണെന്നും സത്യമാണെന്നും പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവായ ദൈവമേ, സാബത്ത്, അതായത് അങ്ങയെ ആരാധിക്കുക എന്ന വളരെ ഗൗരവമുള്ള കാര്യത്തെ 24 മണിക്കൂറും 365 ദിവസവും സാബത്ത് വിശ്രമത്തിലേക്ക് പ്രവേശിച്ച് അങ്ങയോട് കൂടെയായിരിക്കണമെന്ന വളരെ ഗൗരവമുള്ള നിർദ്ദേശത്തെ ഒരിക്കലും ഉദാസീനതയോടെ കാണാൻ ഞങ്ങൾക്കിടയാകരുത്. എന്നും ഞങ്ങളെ ഒരു ആരാധകരായി അങ്ങയുടെ ഹൃദയത്തിൽ കാത്ത് സൂക്ഷിക്കണമേ. ഞങ്ങളുടെ വഴികളിലെല്ലാം ദൈവമേ, ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന ഒരു പ്രഖ്യാപനം ഞങ്ങളുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഞങ്ങളുടെ നിലപാടുകളിലുമൊക്കെ ഉണ്ടാവാൻ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ തന്നെ, ക്ലേശകരമായിരിക്കുമ്പോൾ തന്നെ അതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവമായ കർത്താവ് വ്യക്തിപരമായി സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അനുഗ്രഹമായി തോന്നി എന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, പരിചയക്കാരോട് ഇത് പരിചയപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുക. ഈ ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുടക്കമില്ലാതെ ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയുകയും ചെയ്യും. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കാതിരിക്കുക. ഞാൻ ഡാനിയേൽ അച്ഛൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ പരിശ്രമിക്കുക. നിങ്ങളുടെ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ. ദൈവം അനുഗ്രഹിക്കട്ടെ.